ഗസയിലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേരിട്ട് വന്നത് ഗസയെ പുനഃസൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇങ്ങനെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ നിരായുധീകരിക്കപ്പെടണം. ഇപ്പോഴും അവർ അതിന് തയ്യാറല്ല. കാരണം എവിടെ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം പിന്മാറിയോ അവിടേക്കൊക്കെ തന്നെ ഇവർ കടന്നു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പോയ ആ മേഖലകളിൽ പലസ്തീൻ അതോറിറ്റി ഭരണം ഏറ്റെടുക്കാം എന്നുള്ള ഒരു ആശയം അവിടുത്തെ പ്രസിഡൻ്റായിട്ട് മഹമ്മൂദ് അബ്ബാസ് മുന്നോട്ട് വെച്ചു. ഇപ്പം ഇസ്രയേൽ പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഹമാസ് ഭീകര സംഘടനയാണ്, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. അപ്പോൾ JD വാൻസ് വരുമ്പോൾ ഇത്തരമൊരു കാര്യം പറയുന്നത് എന്താണ്? അതായത് ഞങ്ങൾ അമേരിക്കയുടെ ഒരു സംരക്ഷിത രാജ്യമൊന്നുമല്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ എതിർക്കരുത്. കാരണം ഗസയിൽ പ്രശ്നം നടക്കുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നു. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇതിൽ പറയുന്നത് ഈ പറയുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ട് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനൊപ്പം ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഇതിനകത്ത് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തുമില്ല. കാരണം മറ്റു പാർട്ടികൾ ആവശ്യപ്പെടുമ്പോൾ നെതന്യാഹു സഹായിക്കാനായിട്ട് ഇറങ്ങി എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനും പറ്റും. ഇവിടെ ഇസ്രയേലിൻ്റെ ഈ നിലപാട് അമേരിക്ക കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് JD വാൻസിനെ നേരിട്ട് അങ്ങോട്ടേക്ക് അയച്ചത്. JD വാൻസ് പറയുന്നത് That was weird. I was sort of confused by that. Now, I actually asked somebody about it, and they told me that it was a symbolic vote, some symbolic vote to recognize or a symbolic vote to annex the West Bank. ഒരു കാരണവശാലും വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. കാരണം പലസ്തീൻ, ഇസ്രയേൽ എന്നീ പറയുന്ന രണ്ട് രാജ്യങ്ങളുടെ നിലനിൽപ്പിന് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ല ആ നീക്കമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇസ്രയേൽ ഞങ്ങളുടെ ഒരു സാമന്ത രാജ്യമോ അല്ലെങ്കിൽ ഒരു ആശ്രിത രാജ്യമോ ഒന്നുമല്ല, പകരം ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, ഞങ്ങൾ പരസ്പരം സഖ്യകക്ഷികളാണെന്നുള്ള നിലപാടെടുക്കുന്നു. അമേരിക്ക പറയുന്നതിന് അങ്ങനെ അങ്ങോട്ട് ഇസ്രയേലിന് തള്ളാനും കഴിയില്ല. കാരണം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്ന 1940 മുതൽ ഏതാണ്ട് $300 ബില്യൺ സഹായം അമേരിക്ക ഇസ്രയേലിന് നൽകി. എന്ന് പറഞ്ഞാൽ ഈ സഹായങ്ങളെല്ലാം തന്നെ സൈനിക സഹായങ്ങളായിട്ടാണ് ഇസ്രയേൽ കൂടുതലും സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്ത് അമേരിക്ക ഏറ്റവും അധികം സഹായം ചെയ്ത രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ മുൻപന്തിയിലാണ് ഇസ്രയേൽ. അങ്ങനെ നിൽക്കുന്ന ഇസ്രയേലിന് അമേരിക്കയുടെ വാക്കുകളെ പൂർണ്ണമായിട്ടും തള്ളാൻ കഴിയില്ല. നമുക്കറിയാം 2023 ഒക്ടോബർ 7 മുതലുള്ള കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കുറഞ്ഞത് $16.3 ബില്യൺ സഹായങ്ങൾ US നൽകി. ഇതിനായിട്ട് ചില 3 നിയമങ്ങളോ മറ്റോ നടപ്പാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2025 മെയ്യിൽ 800 ചരക്ക് വിമാനങ്ങളിലും 140 കപ്പലുകളിലുമായിട്ട് ആയുധങ്ങൾ ഇസ്രയേലിന് അമേരിക്ക എത്തിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ 90,000 മെട്രിക് ടൺ വിവിധ തരത്തിലുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രയേലിന് എത്തിച്ചത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇസ്രയേൽ നടത്തുന്ന പോരാട്ടത്തിന് സഹായം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ കൃത്യമാണ്, അത് അമേരിക്ക തന്നെയാണ്. ഇറാനെതിരെ നടത്തിയ നീക്കത്തിൽ, എന്തിന് ഇസ്രയേൽ ഹമാസിനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെയൊക്കെ നടത്തുന്ന നീക്കത്തിൽ ഈ ആയുധങ്ങൾ നൽകിയത് അമേരിക്കയാണ്. അങ്ങനെ സഹായം ചെയ്ത അമേരിക്കയുടെ നിലപാടുകളെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ JD വാൻസ് വന്ന സമയത്ത് തന്നെ വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ പിടിച്ചെടുക്കാനായിട്ട് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നെസറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണെന്നാണ് JD വാൻസ് പറയുന്നത്. ഇത് മണ്ടത്തരമായ രാഷ്ട്രീയ സ്റ്റണ്ടാണ്. വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇത് വെച്ചിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണെന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങൾ തീരുമാനിക്കുമെന്നും. കാരണം ഹമാസ് നേരത്തെ പറഞ്ഞ ഈ യുദ്ധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ പറഞ്ഞ പല കാര്യങ്ങളും പാലിക്കുന്നില്ല. ഈ മരിച്ചുപോയ നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തില്ല. മാത്രമല്ല ഇവർ നിരായുധീകരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു, അതും ചെയ്യുന്നില്ല. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഹമാസ് അധികാരം ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. കൂടാതെ തുർക്കിയിൽ നിന്നുള്ള സൈന്യം അങ്ങോട്ട് വന്നോട്ടെ എന്നുള്ള നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു. അതായത് ഗസയുടെ പുനർനിർമ്മാണത്തിന്, അതിൻ്റെ ഭരണത്തിന് പലസ്തീൻ അതോറിറ്റിയും ഒപ്പം തന്നെ തുർക്കിയും കൂടെ സഹായിച്ചോട്ടെ. അറബ് രാജ്യങ്ങളും ഈ നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നു ഒരു കാരണവശാലും തുർക്കിയെ അങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല.
തുർക്കി ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ്. അങ്ങനെയാണെങ്കിൽ 2015 മുതലുള്ള അബ്രഹാം ഉടമ്പടി ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ഭീഷണി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ 1967 ജോർദാനുമായിട്ടുള്ള യുദ്ധസമയത്ത് അന്ന് വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖല ഇസ്രായേൽ ഏതാണ്ട് കീഴ്പ്പെടുത്തിയതാണ്. പക്ഷേ ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്തില്ല. അന്ന് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തതുപോലെ ഇനി വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഇസ്രായേൽ എടുക്കുന്ന നിലപാട്. അപ്പോൾ ഗസയിൽ ഒരു സ്വതന്ത്ര അധികാരമുള്ള ഭരണ സംവിധാനം നിലവിൽ വരണം. അതിന് 200ഓളം വരുന്ന US ആർമി വിങ് ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. UK നിന്നുള്ള പട്ടാളമുണ്ട്. അറബ് രാജ്യങ്ങളുടെ സൈനിക വിഭാഗമുണ്ട്. സാങ്കേതിക പരിജ്ഞാനമുള്ള ഗസയുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കാൻ കഴിവുള്ള വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. അങ്ങനെ അവിടുത്തെയുള്ള ഒരു സിവിലിയൻ ആർമി ഒരു ക്യാമ്പ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരാനായിട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഗസയിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അപ്പോൾ അമേരിക്കയിലെത്തും എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അറിയും. അപ്പോൾ ട്രംപ് പറയുന്നത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം പലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞ് രണ്ട് രാജ്യങ്ങൾ അവിടെ നിലകൊള്ളണം എന്ന് പറയുന്നു. പക്ഷേ ഇസ്രായേൽ പറയുന്നു ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡൻ്റായ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞിരുന്നു ഗാസയുടെ ഭരണം വേണമെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം, കാരണം ഞങ്ങൾക്ക് അവിടെ കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭരണാധികാരവും ഉണ്ടല്ലോ, അത് നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോഴാണ് അങ്ങനെ ചെയ്താൽ നിലവിൽ ഈ ഹമാസിനെ പോലെയുള്ള കുറച്ച് തീവ്ര നിലപാടുള്ള സംഘടനകൾ ഗസയിലുണ്ട്, അവർ വീണ്ടും വളർന്നു വരുമെന്നും പിന്നീടും ഇസ്രായേലിന് ഭീഷണിയാകുമെന്നും നെതന്യാഹു ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായാലും ജോർദാന് സമീപമുള്ള വെസ്റ്റ് ബാങ്ക്, ഈജിപ്തിന് സമീപമുള്ള ഗസ എന്നീ മേഖലകൾ കൂട്ടിച്ചേർത്ത് ഒരു വിശാല ഇസ്രായേൽ, ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ സമയത്ത് അതുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇത് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിനും മനസ്സിലാക്കി. അതുകൊണ്ടാണ് വൈസ് പ്രസിഡൻ്റായ JD വാൻസിനെ കൃത്യമായിട്ട് ഇവിടേക്ക് അയച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി വലിയ സ്വീകരണമൊക്കെ നൽകി, വലിയ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു. പക്ഷേ പോകുന്നതിന് മുമ്പ് ടെൽ-അവീവിൽ വെച്ച് പറഞ്ഞത് എന്തായാലും ഈ നെസറ്റ് രാഷ്ട്രീയ സ്റ്റണ്ട്, അതായത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു നീക്കത്തിൽ ബില്ല് പാസ്സാക്കിയത് രാഷ്ട്രീയ സ്റ്റണ്ടാണെങ്കിൽ അതൊരു മണ്ടത്തരമായ രാഷ്ട്രീയ സ്റ്റണ്ടാണ്, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നില്ല, ട്രംപ് പറയുന്ന നിലപാടുകളെ ഇസ്രായേൽ തള്ളിക്കളയുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ഉടലെടുക്കുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവരുടെ ലക്ഷ്യമായ ബന്ദികളെല്ലാം ജീവനോടെ തിരിച്ചു കിട്ടി. ഇനി അവശേഷിക്കുന്ന ഏതാനും മൃതദേഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഹമാസിൽ കയറി ആക്രമണം നടത്തും. ഏതാണ്ട് അവസാന ആഴ്ചയിൽ നടത്തിയ ആക്രമണത്തിൽ 60ഓളം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ട്രംപ് പറയുന്ന കാര്യങ്ങളെ ഇനി മുഴുവനായിട്ട് കേൾക്കണ്ടെന്ന് നെതന്യാഹുവും ടീമും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ആരുടെയും ആശ്രിത രാജ്യവും ആശ്രിത പ്രദേശവും സംരക്ഷിത മേഖലയോ ഒന്നുമല്ല, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. ഈ നിലപാടിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് JD വാൻസ് പറയുന്നത് ഞങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സഖ്യകക്ഷി മാത്രമാണ്, അല്ലാതെ ഞങ്ങളുടെ ഒരു സാമന്ത മേഖലയൊന്നുമല്ല എന്ന് പറയുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉരുത്തിരിയുന്നത് വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു കാരണവശാലും തുർക്കിയെയും അതുപോലെ തന്നെ പലസ്തീൻ അതോറിറ്റിയെയും പുതിയ ഗാസയുടെ നിർമ്മാണത്തിലോ ഭരണ സംവിധാനത്തിലോ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ശാഠ്യം പിടിച്ചാൽ അവരെ ഉൾപ്പെടുത്തണമെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടാതെ അറബ് രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം നിലകൊണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെടുമോ എന്നുള്ളതാണ് ലോകം ആശങ്കയോടെ നോക്കാനിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.